ഈശോയുടെ തിരുവുത്ഥാനത്തിലുള്ള നമ്മുടെ സന്തോഷത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന തിരുനാളാണ് അവിടുത്തെ സ്വർഗാരോഹണ തിരുനാൾ. ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോയേക്കാം, അങ്ങനെ അപ്പോസ്തലന്മാരും ചിന്തിച്ചു, ഈശോ അപ്രത്യക്ഷനാകുമ്പോൾ, സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ തങ്ങൾ അനാഥരാകുമോ? ഇതുവരെയും കാണുന്ന ഈ നാഥൻ തങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുക? ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് കർത്താവിൻ്റെ ഇന്നത്തെ ഈ വാഗ്ദാനം, അത് ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ സമ്മാനമാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ജ്ഞാനവും വെളിപാടും എന്ന് അപ്പോസ്തലൻ്റെ വാക്കുകൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ആഴത്തിൽ നിന്ന് അത് ഉൾക്കൊള്ളുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ, ദൈവവചനം നമ്മുടെ ഇടയിൽ വസിച്ച് നമ്മെ രക്ഷിച്ച് തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ പക്കൽ മടങ്ങിയെത്തുന്ന, തിരികെ ഭവനത്തിൽ പ്രവേശിക്കുന്ന തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ. ഒരു വലിയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. അവിടുന്ന് സ്വർഗത്തിലേക്ക് വെറുതെ അല്ല ചെന്നത്, ശൂന്യമായ കൈകളോടുകൂടിയല്ല. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനവും അതുതന്നെ പഴയ നിയമ പശ്ചാത്തലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന മുൻസൂചനകളുമൊക്കെ പറയുന്നത്, ഈ സ്വർഗാരോഹണ തിരുനാളിനെ മനസ്സിലാക്കേണ്ടത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു ജനതയെ സമ്മാനമായി തൻ്റെ ഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. കർത്താവ് ആരോഹണം ചെയ്യുന്നു. കർത്താവ് ആരോഹണം ചെയ്യുമ്പോൾ അടിമകളെ വിമോചിപ്പിക്കുന്നു. അങ്ങനെയാണ് പഴയ നിയമത്തിലെ ദൈവജനത്തിൻ്റെ ചരിത്രം. അവിടെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ വിശുദ്ധഗിരിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. 3 സമ്മാനങ്ങൾ ഈ സ്വർഗാരോഹണത്തിൻ്റെ വകയായിട്ട് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കാം. ആദ്യത്തേത്, ഈ സ്വർഗാരോഹണം നമുക്ക് നൽകുന്നത് ഡിഗ്നിറ്റിയാണ്, ഒരു ഔന്നത്യമാണ്. എന്താണ് ഈ ഔന്നത്യം? മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസ്സായ ക്രിസ്തു തൻ്റെ ശരീരമായി മനുഷ്യവർഗത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു എന്നതാണ്. കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിലൂടെ അവിടുന്ന് നമ്മെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് നാം അവിടുത്തെ ശരീരമാക്കി നമ്മെ മാറ്റിയിരിക്കുന്നു. ഇന്നത്തെ എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിച്ചതാണ്. ക്രിസ്തു ശിരസ്സാണ്, അവൻ്റെ പൂർണ്ണത മുഴുവനും വസിക്കുന്ന ഉടലാണ് നമ്മൾ. ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയം, ദൈവം വസിക്കുന്ന യഥാർത്ഥ കൂടാരം മനുഷ്യ സമൂഹമാണ്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. വെളിപാട് പുസ്തകം സമാപിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അതാണല്ലോ. അത്രമാത്രം മഹത്തീകരിക്കപ്പെട്ട ഈ ശിരസ് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഉടലായിട്ട് മനുഷ്യവർഗം ഇവിടെയുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ പ്രയാണം ശിരസ്സെത്തിയടുത്തേക്കുള്ള പ്രയാണമാണ്. അതാണ് ഇതിൻ്റെ 2ാമത്തെ സമ്മാനം. ദൈവത്തിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ് മനുഷ്യവർഗം മുഴുവനുമെങ്കിൽ ഇതിനൊരു ഡെസ്റ്റിനിയും അവിടെ നിന്ന് നൽകുന്നു. ആ ഡെസ്റ്റിനി പിതാവായ ദൈവത്തിൻ്റെ ഭവനമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ പോയി നിങ്ങൾക്കുള്ള ഭവനം സജ്ജമാക്കുമ്പോൾ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ഉണ്ടായിരിക്കും. സ്വർഗാരോഹണം മനുഷ്യവർഗത്തെ പിതാവിൻ്റെ സവിധത്തിലേക്ക്, പ്രപഞ്ചമൊന്നാകെ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ, നീതിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭരണത്തിൻ്റെ കീഴിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നുള്ള പ്രത്യാശയാണ്. അങ്ങനെ നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ ഡെസ്റ്റിനി ഇത് തകർന്നു കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് വായിക്കാവുന്ന 3ാമത്തെ സമ്മാനമാണ് യൂണിറ്റി. നമുക്ക് ഒരേ മഹത്വം, ദൈവികമായ മഹത്വം, ദൈവവൽക്കരണം എന്നൊക്കെ നമ്മൾ
ആ പദം തന്നെ ഉപയോഗിക്കാറുണ്ട് ദൈവശാസ്ത്രത്തിൽ. മനുഷ്യത്വം ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുന്ന ദൈവവൽക്കരണം, അങ്ങനെയുള്ള ഔന്നത്യം ലഭിച്ചവർ, അങ്ങനെയുള്ള ദൈവസവിധത്തിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് ദൈവം ഭൂമിയിൽ നൽകിയിരുന്ന സമ്മാനമാണ്. അവർ ഒരേ ശരീരത്തിലെ അംഗങ്ങളായതുകൊണ്ട് അവർ ഐക്യത്തിൽ വസിക്കണമെന്നതും. ഈശോ തൻ്റെ കുരിശാരോഹണത്തിന് മുമ്പ്, കുരിശിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അന്ത്യദിനത്തിലെ പ്രാർത്ഥനയും അതായിരുന്നു, നമുക്കറിയാമല്ലോ. പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. ഒരേ ആത്മാവ്, ഒരേ പിതാവ്, എല്ലാവരിലും വസിക്കുന്ന ഒരേ ചൈതന്യം, ഒരേ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് എല്ലാവരെയും കർത്താവിൻ്റെ ശരീരമായിട്ട് ജീവിക്കുവാനായിട്ട്, ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. വിവിധ തരമായ വരങ്ങളാൽ, ദാനങ്ങളാൽ, ഉത്തരവാദിത്തങ്ങളാൽ നമ്മെ അവിടുന്ന് ഏക ശരീരത്തിൽ നിലനിർത്തുകയാണ്. ഈ ഐക്യത്തിൻ്റെ പാതയിലൂടെയാണ് സ്വർഗാരോഹണത്തിൻ്റെ നൽകുന്ന ഔന്നത്യത്തിലേക്കും സ്വർഗാരോഹണം നമുക്ക് വച്ച് നീട്ടുന്ന നമ്മുടെ ഭാവിയിലേക്കും നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ സ്വർഗാരോഹണം, സ്വർഗം എവിടെയാണ്, കർത്താവ് ഉന്നതത്തിലേക്ക് പോയെന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ചിന്തകളിൽ കടന്നു വരുന്നുണ്ടാകാം. ചിലരെല്ലാം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഏതാണ്ട് വളരെ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് കർത്താവ് പോയിരിക്കുന്നുവെന്നാണ്. നമ്മൾ പല ഗോളങ്ങൾ തമ്മിലുള്ള ദൂരമൊക്കെ പറയുവാനായിട്ട് പ്രകാശവർഷമെന്നൊക്കെ പറയാറുണ്ട്. ഒരു സെക്കൻഡിൽ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെ ഒരു വർഷം പ്രകാശത്തിന് സഞ്ചരിക്കാവുന്ന ദൈർഘ്യത്തെയാണ് പ്രകാശവർഷമെന്ന് പറയുന്നത്. അത് തന്നെ കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള ഗോളങ്ങളും ഇന്നൊക്കെ പ്രകാശത്തിൻ്റെ രശ്മികൾ ലഭിക്കുന്നു, വീഴ്ചകൾ ലഭിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ വിശാലമായ, നമ്മൾക്കൊക്കെ സങ്കല്പിക്കുന്നതിന് അതീതമാകുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ദൈർഘ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് അവിടുന്ന് അപ്രത്യക്ഷനായിരിക്കുന്നുവെന്ന്. അങ്ങനെയല്ല. അതാണ് ഇന്നത്തെ സുവിശേഷം അടിവരയിട്ട് പറയുന്നത്. യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ച കർത്താവ് തൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചമാണ് രൂപാന്തരപ്പെടേണ്ടത്. അതിന് ആദ്യപടിയായിട്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്തരവാദിത്വം പരമേൽപ്പിക്കട്ടെ മനുഷ്യരായ നമ്മളാണ് രൂപാന്തരീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ ഔന്നത്യം തിരിച്ചറിഞ്ഞ്, നമ്മുടെ ഭാവി തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ദൈവം അഭിലഷിക്കുന്ന ഈ ഐക്യം പടുത്തുയർത്തുന്നവരാണ്. അതിനുള്ള വലിയ ദൗത്യവും ശക്തിയുമാണ് ഈ തിരുനാൾ നൽകുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ പുനരുത്ഥാനത്തിന്, സ്വർഗാരോഹണത്തിന് സാക്ഷികളായ അപ്പോസ്തലന്മാർ ദുഃഖിതരായിട്ടല്ല മടങ്ങുന്നത്. ലൂക്കായുടെ സുവിശേഷം പറയുന്നത് അവർ സന്തോഷത്തോടെ ദേവാലയത്തിൽ പോയി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ഈ ആരാധന, ഈ ചെറിയ ഇടത്ത് നമ്മൾ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്നത് ഈ പ്രഭാതത്തിൽ ഈ സന്തോഷത്തോടുകൂടിയാണ്. കർത്താവ് നിറഞ്ഞിരിക്കുന്നു. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വർഗാരോഹണം അങ്ങനെ നമുക്ക് നൽകുന്ന ഈ ത്രിവിധ സമ്മാനങ്ങളെ നമുക്ക് ഒത്തിരി വിധത്തിൽ ധ്യാനിക്കാം. ഞാൻ ഈ ഒരു ചെറിയ ധ്യാനം എടുത്ത് പങ്കിടുന്നുവെന്നേ ഉള്ളൂ. നമുക്ക് നൽകുന്ന ത്രിവിധ സമ്മാനങ്ങൾ, നമുക്ക് നൽകുന്ന ഔന്നത്യം, അവർ ഡിഗ്നിറ്റി, നമുക്ക് നൽകുന്ന നമ്മുടെ ഭാവി, അവർ ഡെസ്റ്റിനി, ആൻഡ് അത് നമ്മെ ഭരമേൽപ്പിക്കുന്ന അവർ യൂണിറ്റി, നമ്മുടെ ഐക്യം. ഇത് കാത്തുസൂക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ തീർത്ഥാടനം പൂർത്തിയാകുവാനും നമ്മുടെ ശിരസ്സായ ക്രിസ്തുവിനോട് പരിപൂർണമായി ഐക്യപ്പെടുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ദീപബലിയിൽ പ്രാർത്ഥിക്കാം.